സമാന ബന്ധം കണ്ടെത്തുക. വൃത്തസ്തംഭം 3, അർദ്ധഗോളം ഇവിടുത്തെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ ജോഡി വൃത്തസ്തംഭം 3 എന്നാണ്. ഇത് തമ്മിൽ എന്താ ബന്ധം നമുക്ക് നോക്കാം. വൃത്തസ്തംഭം എന്ന് പറഞ്ഞാൽ സിലിണ്ടറാണ്. വൃത്തസ്തംഭം എന്ന് പറഞ്ഞാൽ സിലിണ്ടർ. അതിൻ്റെ ഏകദേശ രൂപമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു സിലിണ്ടറിന് ഈ മുകളിൽ ഒരു അഗ്രമുഖമുണ്ട്, അത് വൃത്താകൃതിയിൽ. താഴെയും അതുപോലൊരു അഗ്രമുഖമുണ്ട്, അതും വൃത്താകൃതിയിൽ. അപ്പോൾ ഒരു സിലിണ്ടറിന് 2 അഗ്രമുഖങ്ങളുണ്ട്, രണ്ടിൻ്റെയും വൃത്താകൃതിയാണ്. പിന്നെ ഈ ചുറ്റിലുള്ളൊരു മുഖമുണ്ട്, അതിനെ വക്രമുഖം പറയും. അപ്പോൾ സിലിണ്ടറിനാകെ 2 അഗ്രമുഖങ്ങളും ഒരു വക്രമുഖമുണ്ട്. ഒന്നും ആകെ 3 മുഖങ്ങളുണ്ട്. സിലിണ്ടറിനാകെ 3 മുഖങ്ങളുണ്ട്. അതാണ് വൃത്തസ്തംഭം 3 എന്ന് പറഞ്ഞാൽ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? അർദ്ധഗോളത്തിന് എത്ര മുഖമുണ്ട് നോക്കിയാൽ മതി. അർദ്ധഗോളത്തിൻ്റെ ഏകദേശ ചിത്രമാണിത്. അർദ്ധഗോളത്തിൻ്റെ ഏകദേശ ചിത്രം. ഇതിനും ഇവിടെ മുകൾ ഭാഗത്ത് ഒരു അഗ്രമുഖമുണ്ട്, അത് വൃത്താകൃതിയാണ്. അർദ്ധഗോളത്തിൻ്റെ മുകൾ ഭാഗത്ത് ഒരു അഗ്രമുഖമുണ്ട്, അത് വൃത്താകൃതി. പിന്നെ ഈ ചുറ്റിലുള്ളതും അത് വക്രമുഖം. അങ്ങനെ അർദ്ധഗോളത്തിന് ഒരഗ്രമുഖവും ഒരു വക്രമുഖവും. അങ്ങനെ ആകെ എത്ര മുഖ? 2 മുഖങ്ങളാണ്. അർദ്ധഗോളത്തിന് 2 മുഖങ്ങൾ. അപ്പോൾ ഉത്തരം അർദ്ധഗോളത്തിൻ്റെ കൂടെ നമ്മൾ എഴുതേണ്ട സംഖ്യ 2.